السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് ഹോംവർക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആൻസേഴ്സ് അടക്കം ഇന്നത്തെ നോട്ടായിക്കാട്ടോ. ക്യാനയിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതുവരെ ജുംലത്തുൽ ഇസ്മിയായിരുന്നു കൂടുതൽ എടുത്തിരുന്നത്, ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസസ്. അപ്പം ഇനി നമ്മൾ ചെറുതായിട്ട് ജുംലത്തുൽ ഫേലിയയിലേക്ക് കടക്കുകയാണ്. 2-3 മെയിൻ ആയിട്ടുള്ള ഫേലുകൾ, അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അറബി ഭാഷയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2-3 ഫേലുകൾ അത് മാത്രം എടുത്ത് പഠിക്കുകയാണ് നമ്മൾ. ഓക്കെ, അപ്പം അതിൽ ഏറ്റവും കോമൺ യൂസേജ് ഉള്ളത് ക്യാനയാണ്. അപ്പോൾ ക്യാനയുടെ ഓരോന്നും, അതായത് സിംഗുലർ, തേർഡ് പേഴ്സൺ, അതായത് ഹി, ഷീ, അവൻ, അവൾ, അത് എന്ന് വരുന്നത്, പിന്നെ ഞാൻ, നീ, അങ്ങനെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പം ഇന്നലെ നമ്മൾ കാനയുടെ മാസ്കുലിൻ സിംഗുലർ, ഫെമിനിൻ സിംഗുലർ, തേർഡ് പേഴ്സൺ, ഹിയും ഷീയും ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ, അവൻ, അവൾ അല്ലെങ്കിൽ അത് എന്ന അർത്ഥം വരുന്നത്. അപ്പോൾ കാന എന്നുള്ള വാക്കിന്റെ അർത്ഥം വാസ് അല്ലെങ്കിൽ ആയിരുന്നു, ഒരു പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ടി അല്ലേ. ഹുവ സഗീറുൻ, അവൻ ചെറുതാണ് അല്ലേ. ഹുവ സഗീറിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹി ഈസ് സ്മോൾ അല്ലേ, അവൻ ചെറുതാണ്. അതിനെ കാന സഗീറുൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഹി വാസ് സ്മോൾ എന്നായി, അവൻ ചെറുതായിരുന്നു എന്നായിട്ട് മാറി. കാനയിൽ ഹി വാസ് രണ്ടും ഉണ്ട്, സബ്ജക്റ്റും ഉണ്ട്, ആ ഒരു ടെൻസ് ഉണ്ട്. ഏതൊരു വേർബ് ക്രിയ ഫെയൽ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് അത് അറബി ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, അതിനകത്തുള്ള സബ്ജക്റ്റും കൂടെ അടങ്ങിയിരിക്കും. ഫഅല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തു എന്നാണ്, ജസ്റ്റ് ചെയ്തു എന്നല്ല അല്ലേ. ഇംഗ്ലീഷിലാണെങ്കിലും ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നേ ഉള്ളൂ, നമ്മൾ അതിന് സബ്ജക്റ്റ് എക്സ്ട്രാ കൊടുക്കണം. മലയാളത്തിലാണെങ്കിലും അതെ, പക്ഷെ അറബിയിൽ ഫേളുകൾ എപ്പോഴും ആ ഒരു സബ്ജക്റ്റോട് കൂടി തന്നെയാണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള ടെൻസുകളാണ് അല്ലേ, മാദിയും മുതാരിയും. മാദി പാസ്റ്റ് ടെൻസ്, മുതാരി പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ്, കാനയുടെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കുന്നത്, മാദി ആയിട്ടുള്ള ഫോമുകൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഏതൊരു വേർബ് എടുക്കുകയാണെങ്കിലും അതിനൊരു സ്റ്റെം ഉണ്ടാവും, ഒരു തണ്ട് ഉണ്ടാവും, പ്ലസ് അതിനോട് ഒരു പ്രൊനൗണ്, അതായത് ഒരു ദമീറിന്റെ ഒരു സഫിക്സും കൂടെ, ലമീറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഏതൊരു വേർബ് എടുക്കുകയാണെങ്കിലും. നമ്മൾ ഗ്രാമർ ടിപ്സ് പഠിച്ചപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ച് ഫോമാറ്റ്സ് ബൈ ഹാർട്ട് ചെയ്ത്, അതായത് ടിപ്സ് മാത്രമായിരുന്നു അത്. ഇപ്പൊ ഫഅല, ഫഅല, ഫഅലു. ഓക്കെ, അവിടെ ഫഅല എന്ന് എഴുതുമ്പോൾ അതെന്തായി, ഹി, അവനായി. ഫഅലു എന്ന് പറയുമ്പോൾ അവറായി. അപ്പം അവിടെ ആ ഒരു വാവ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊനൗൺ, അത് ദമീറിന്റെ സഫിക്സ് ആണ്, ഫഅൽ എന്ന് പറയുന്ന ആ ഒരു റൂട്ടിനോട്. അങ്ങനെ ഏതൊരു വേർബിനെയും അങ്ങനെ റൂട്ടും ഒരു ദമീർ സഫിക്സുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കാനയ്ക്ക് അങ്ങനെ 2 റൂട്ടുകൾ, 2 സ്റ്റെമ്മുകളാണുള്ളത്, ക്യാനും കുന്നും. ഓക്കെ, ക്യാനും കുന്നും. ഈ ക്യാനിന്റെയും കുന്നിന്റെയും കൂടെ നമ്മൾ പലതും ആഡ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഒരു ഹർക്കത്ത് അല്ലെങ്കിൽ ഒരു അക്ഷരം തന്നെ ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ കൂടെ പല ദൊമീറുകൾ, അവൻ, അവൾ, നീ, നിങ്ങൾ എന്നൊക്കെ പറയുന്ന ദൊമീറുകൾ, അതായത് നീ ആയിരുന്നു, അവനായിരുന്നു, അവളായിരുന്നു എന്നൊക്കെ ആയിട്ട് അത് മാറുന്നത്. ഈ 2 റൂട്ടുകൾ, ഈ 2 സ്റ്റെമ്മുകൾ, തണ്ടുകൾ, ക്യാൻ, കുൻ, ഈ 2 തണ്ടുകൾ കൂടെ വേറെ പല ബ്രാഞ്ചസും ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ മീനിങ് ഇതുപോലെ ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ ദൊമീറുകളും അറ്റാച്ച് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് ക്യാന്റെ കൂടെ ഒരു ഫത്ഹ ആഡ് ചെയ്തിട്ട് ക്യാന. ഓക്കെ, ക്യാന എന്നാവുമ്പോൾ അത് മാസ്കുലിൻ സിംഗുലർ ഹി ആയി. ഓക്കെ, ഹി അല്ലെങ്കിൽ ഇറ്റ്, അവൻ അല്ലെങ്കിൽ അത്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ പുല്ലിംഗമായിട്ടുള്ള അത്, അറബി ഭാഷയിൽ പുല്ലിംഗമായിട്ട് യൂസ് ചെയ്യുന്ന അത്. ഓക്കെ, അതുപോലെ ക്യാന്റെ കൂടെ അത്ത് ആഡ് ചെയ്യുമ്പോൾ ക്യാനത്ത്, സോറി ഇവിടെ ഒരു കുറവുണ്ട് കേട്ടോ, ക്യാന്റെ കൂടെ അത്ത് ആഡ് ചെയ്യുമ്പോൾ അത് ക്യാനത്ത് ആയിട്ട് അതെന്താവും, ഫെമിനിൻ സിംഗുലർ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ്. അപ്പം ഈ 2 ഫോമുകളും, ക്യാനയും ക്യാനത്തും, ക്യാൻ എന്ന് പറയുന്ന റൂട്ടിന്റെ കൂടെ അലിഫും അല്ല ഫത്ഹയും ഫത്ഹത്തായും കൂടെ ആഡ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഇനിയും ഉണ്ടാവും, നമുക്കത് പഠിക്കാം. നമ്മൾ എക്സാമ്പിൾസ് ചെയ്തു അല്ലെ.
ഇപ്പം പ്രസന്റ് ടെൻസിൽ നമ്മൾ ഹുവ ഫിൽ ബൈത്തി, അവൻ വീട്ടിലാണ് എന്ന് എഴുതിയിരുന്നത് ക്യാന ആഡ് ചെയ്യുമ്പോൾ ഹി വാസ് അല്ലെ, ഹി ഈസ് എന്നുള്ളത് ഹി വാസ് ഇൻ ദ ഹൗസ് നാം. അതേപോലെ ഹിയ ഫിൽ ബൈത്തി എന്നുള്ളത് ക്യാനത്ത് ആവും. അവളായതുകൊണ്ട് അത് ക്യാന എഴുതാൻ പറ്റില്ല, ക്യാനത്ത് ആവും. അപ്പോൾ ഷീ വാസ് ഇൻ ദ ഹൗസ്. ഇനി നമ്മൾ പറഞ്ഞു ക്യാന എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു സബ്ജക്റ്റും കൂടെ ഉണ്ട്, ഹീയും കൂടെ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ദൊമീറും കൂടെ ഉണ്ട്. എന്നാലും അതിന്റെ കൂടെ പുറമെ നമുക്ക് ഹീ വെച്ചിട്ട് ഹുവ ക്യാന ഫിൽ ബൈത്തി എന്ന് എഴുതാം. അപ്പം വരുന്നത് അവിടെ ഹീ വാസ് ഇൻ ദ ഹൗസ്. അവിടെ ഹീക്ക് അവന് ഒരു സ്ട്രെസ് കൊടുക്കുക. നമ്മൾ പറയുമ്പോൾ അവൻ വീട്ടിലായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലായി മാറും. അതായത് എക്സ്ട്രാ നമ്മൾ അവിടെ ദൊമീറോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ കൊടുക്കും. അതേപോലെ ഹിയ ക്യാനത്ത് ഫിൽ ബൈത്തി, ഷീ വാസ് ഇൻ ദ ഹൗസ്, അവൾ വീട്ടിലായിരുന്നു. ഓക്കെ, ബിക്കോസ് ക്യാനത്ത് ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ തന്നെ അവൾ വീട്ടിലായിരുന്നു എന്ന് വന്നു. പിന്നെ അതിന്റെ പുറമെ ഹിയ വരാണെങ്കിൽ ആ ഷീക്ക് ഒരു ആഡഡ് സ്ട്രെസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ അർത്ഥങ്ങളൊന്നും മാറൂല. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ എഴുതി ഓരോ സെന്റൻസും അല്ലെ, ആദ്യം പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച പോലെ അൽ മുദീറു ഫി ശരിക്കത്തി, ദ ഡയറക്ടർ ഈസ് ഇൻ ദ ഹൗസ്. അപ്പം അതിന് ക്യാന കൂട്ടി എഴുതുമ്പോൾ ക്യാനൽ മുദീറു ഫി ശരിക്കത്തി, ദ ഡയറക്ടർ വാസ് ഇൻ ദ ഹൗസ് അല്ലെ, ഡയറക്ടർ വീട്ടിലായിരുന്നു എന്ന് മാറും. അതുപോലെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എഴുതി. പിന്നെ പിന്നെ നമ്മൾ ജുംലത്തുൽ ഇസ്മിയ ജുംലത്തുൽ ഫെയിലിയ ഒന്നും കൂടെ എടുത്ത് പറയണ്ടായി. ഇസ്മ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ്മിയ, ഫെയില് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെയിലിയ അല്ലെ. ഇപ്പം ഇവിടെ ഈ കേസിൽ മുഹമ്മദുൻ ക്യാന ഫിൽ ബൈത്തി, മുഹമ്മദ് വീട്ടിലാകുന്നു, അത് ജുംലത്തുൽ ഇസ്മിയ, ഇസ്മ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ക്യാന മുഹമ്മദുൻ ഫിൽ ബൈത്തി, അവിടെ ഫെയില് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ജുംലത്തുൽ ഫെയിലിയ. ഇവിടെ ആദ്യം ഫെയില് കഴിഞ്ഞ ഉടനെ ഒരു സബ്ജക്റ്റ്. ഇനി ക്യാന മാത്രമാണെങ്കിലും ക്യാന ഫിൽ ബൈത്തി എന്ന് പറഞ്ഞാലും അത് ജുംലത്തുൽ ഫെയിലിയാണ്. എന്നാൽ ഇതിനെ തന്നെ മുഹമ്മദുൻ ക്യാന ഫിൽ ബൈത്തി എന്നുള്ള ജുംലത്തുൽ ഇസ്മിയനെ തന്നെ ഓർഡർ മാറ്റി എഴുതുക. അതായത് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ അവസാനം കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പം ക്യാന ഫിൽ ബൈത്തി മുഹമ്മദ് എന്ന് എഴുതുമ്പം അത് ജുംലത്തുൽ ഇസ്മിയ തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇവിടെ ഈ സബ്ജക്റ്റ് മാറ്റി, സ്ഥലം മാറ്റി എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് കണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ എഴുതാൻ പോണത് ഇപ്പം ജുംലത്തുൽ ഫിഅലിയയിലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഓക്കെ, ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ അത്തോലിബു ഫിൽ മദ്രസത്തി അല്ലേ, അത്തോലിബു ഫിൽ മദ്രസത്തി, ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പം നമുക്ക് എഴുതാൻ എളുപ്പമാണ്. വേഗം കാന ഇവിടെ ആഡ് ചെയ്താൽ മതി. കാന ഫിൽ മദ്രസത്തി അല്ലെങ്കിൽ കാന തോലിബു ഫിൽ മദ്രസത്തി. ഇനി കാനയും സബ്ജക്റ്റും ഉള്ള കേസിൽ ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുല്ലാബാണ് എന്ന് വെക്കാം. അതുപോലെ നിസ ആണ്, സ്ത്രീ, ഇമ്ര എന്ന് പറയുന്നത് സ്ത്രീയാണ്, നിസ ആണ് വരുന്നത്, സ്ത്രീകൾ ആണ് വരുന്നത് നോക്കുക. അങ്ങനെ വരുമ്പം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജുംലത്തുൽ ഫെയിലിയയിൽ ആദ്യം യൂസ് ചെയ്യുന്നത് എന്തായാലും ഫെയിലായിരിക്കില്ല, ആ ഫെയില് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഞാൻ എഴുതാം ആദ്യം. അതായത് ജുംലത്തുൽ ഫിഅലിയയില് സബ്ജക്റ്റ് കർത്താവ് പ്ലൂറൽ ആണെങ്കിലും വേർബ് ഫിഅല് എപ്പോഴും ഏകവചനം ആയിരിക്കും. ഏകവചനം ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുക. അതായത് സബ്ജക്റ്റ് വേർബിന്റെ പിന്നാലെ വരുമ്പോൾ, അതായത് വേർബ് കഴിഞ്ഞ് സബ്ജക്റ്റ് വരുന്ന കേസിൽ, ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് വേർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും, ഫെയില് ഏകവചനം ആയിരിക്കും, സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂരലോ ആണെങ്കിലും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം.
കാനത്തിൻ നിസാഉ മിൻ ഫറൻസ. കാനത്തിൻ നിസാഉ മിൻ ഫറൻസ. ഇവിടെ നിസ എന്ന് പറയുന്നത് നമുക്കറിയാം ബഹുവചനാണ് അല്ലെ, സ്ത്രീകൾ ആണ്. പക്ഷേ സബ്ജക്റ്റ് അല്ല, വേർബ് എന്താണ്? കാനത്ത്. അവൾ അല്ലെ, അവൾ ആയിരുന്നു എന്ന് പറയുന്ന എന്ന അർത്ഥമാണ് കാനത്തിന് വരാം. അപ്പം ജുംലത്തുൽ ഫിഅലിയ, ആദ്യത്തെ ജുംലത്തുൽ ഫിഅലിയന്റെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഫിഅലായിരിക്കും. അതിന് ശേഷം എന്താ സബ്ജക്റ്റ് വരും, ഇസ്മ വരും, അല്ലെങ്കിൽ ഫായില് വരും. ഇത് പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലും ഫേല് സിംഗുലർ ഫോമാറ്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഇതിന്റെ കാനയുടെ പ്ലൂറൽ ഫോമാറ്റ് ഒന്നും നമുക്ക് അറിയില്ല, അതിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇൻഷാല്ല നമുക്ക് അത് എടുക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫെലിയയില് ആദ്യം വരുന്ന വേർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഖുറാനിലൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഇതിനുണ്ട്. ഓക്കെ, ഇതിന്റെ മീനിങ് മാത്രം എഴുതിയിട്ട് പോട്ടെ ഞാൻ. ദ വിമൻ, ആ സ്ത്രീകൾ ഫ്രാൻസിൽ നിന്ന് ആയിരുന്നു. വേർ ഫ്രം ഫ്രാൻസ്. വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു അല്ലെ. The women were from France. ഇവിടെ ഇത് സിംഗുലർ, ഇത് പ്ലൂരൽ. പക്ഷേ ഈ ഒരു സംഭവം ജെൻഡറിനനുസരിച്ച് മാറും. ഓക്കെ, ഇവിടെ സ്ത്രീകൾ ആയതുകൊണ്ടാണ് കാനത്ത് വന്നത്. ഇനി ഇത് തന്നെ പുരുഷന്മാരാണെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം. കാന റിജാലു മിൻ അമേരിക്ക. ഓക്കെ, ഇവിടെ ഏകവചനം പുല്ലിംഗം അല്ലെ. ഇവിടെ ഏകവചനം സ്ത്രീലിംഗം, ബിക്കോസ് ഇതിന്റെ സബ്ജക്റ്റ് സ്ത്രീലിംഗാണ്. ഇതിന്റെ സബ്ജക്റ്റ് പുല്ലിംഗാണ്. അപ്പം ഇത് ലിംഗം മാച്ച് ചെയ്യും. അതായത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ, അല്ല ഫെമിനിൻ ആണെങ്കിൽ ഫെമിനിൻ, സ്ത്രീലിംഗം ആണെങ്കിൽ സ്ത്രീലിംഗം, പുല്ലിംഗം ആണെങ്കിൽ പുല്ലിംഗം. പക്ഷേ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വേർബ് സിംഗുലർ ആയിരിക്കും ഇൻ ജുംലത്തുൽ ഫിഅലിയ. അതായത് ഫിഅലിന്റെ ശേഷം ഫാഇൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് വരുന്ന കേസിൽ. ഇതിന്റെ അർത്ഥം ജസ്റ്റ് എഴുതാണ്. ദ മെൻ, ആ പുരുഷന്മാർ, അമേരിക്കയിൽ നിന്ന് ആയിരുന്നു. അമേരിക്കയിൽ നിന്ന് ആയിരുന്നു. ഓക്കെ, ആ പുരുഷന്മാർ അമേരിക്കയിൽ നിന്ന് ആയിരുന്നു. ഇനി എന്തുകൊണ്ടാ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതെന്താ പ്ലൂറൽ ആവാത്തെ ചോദിച്ചു കഴിഞ്ഞാല് ആൻസർ ഒന്നുമില്ല. അങ്ങനെയാണ് ഭാഷ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പം ഐ ആം എന്ന് എഴുതൂ അല്ലെ, യു ആം എന്ന് എഴുതുവോ? ഇത് തെറ്റല്ലേ, യു ആർ ആണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ല. അതുപോലെ ഹി ആർ എന്ന് എഴുതുവോ? ഇല്ല, ഹി ഈസ് ആണ് അല്ലെ. എന്തുകൊണ്ടാ? അറിയില്ല. അത് ഭാഷ അങ്ങനെയാണ്. അപ്പം അതുപോലെ അറബി ഭാഷയുടെ ഒരു റൂളാണ് ഇത്. ഓക്കെ, ജുംലത്തുൽ ഫെലിയയില് ഫാഇൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വേർബ് സിംഗുലർ ആയിരിക്കും. പക്ഷേ ജെൻഡർ മാച്ച് ചെയ്യും. ആണ് പെണ്ണ് പെണ്ണം, കാനത്ത്. ഓക്കെ, ഇനി ഇതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. സൂറത്തു മാഇദയില് ഇതിന്റെ ലാസ്റ്റ് പാട്ട് നോക്കിക്കോട്ടോ. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. കാന ആബാഉഹും. ആബാഉഹും എന്താണ്? അവരുടെ പിതാക്കന്മാർ അല്ലെ. അബുൻ ആബാ അല്ലെ, ആബാഉഹും. പക്ഷെ എന്താണ്? കാനയാണ് വന്നിട്ടുള്ളത്. അപ്പം അവരുടെ പിതാക്കന്മാർക്ക് ഒന്നും അറിയൂല. അതായത് എന്താണ്
പൂർവ്വപിതാക്കളെ കണ്ണടച്ച് ഫോളോ ചെയ്യുന്ന ആളുകളെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്താണ്. അപ്പൊ അവിടെ ആബ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അല്ലേ, പിതാക്കന്മാരാണ്. പക്ഷെ അതിനു മുമ്പ് വന്നിരിക്കുന്ന വേർബ് ക്യാനയാണ്. ക്യാനു ആണ് ആക്ച്വലി പുല്ലിംഗ ബഹുവചനം, പക്ഷെ ക്യാനയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം ഖുറാനിലുടനീളം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ആദ്യം വേർബ് പിന്നെ സബ്ജക്റ്റ് വരുന്ന കേസിലൊക്കെ വേർബ് സിംഗുലർ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിള്, സൂറത്ത് കഹ്ഫിൽ 101 അല്ലദീന കാനത്ത് അഅ്യുനഹും ഫീ ഗിതാ. കാനത്ത് അഅ്യുനഹും, അഅ്യുൻ നമുക്കറിയാം പ്ലൂറലാണ് അല്ലെ, ഐന്റെ പ്ലൂറലാണ്, കണ്ണന്റെ പ്ലൂറലാണ്. പക്ഷേ കാനത്ത്, കാരണം കണ്ണെന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ വേർബാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അവരുടെ കണ്ണുകൾക്ക് എന്താണ്, ഒരു മൂടി ഉണ്ട്, ഗിതാ എന്ന് പറഞ്ഞ ഒരു കവർ ഉണ്ട് എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, അവിശ്വാസികളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കേസിൽ ഇവിടെ കണ്ടോ, കാനത്ത് അഅ്യുനഹും. ആക്ച്വലി സ്ത്രീലിംഗ പ്ലൂറൽ കാനത്തിന് വേറെ ഫോം ഉണ്ട്. ഓക്കെ, പക്ഷെ ഇത് ഇവിടെ ആദ്യം വേർബും പിന്നെ സബ്ജക്റ്റും വരുന്നത് കൊണ്ട് വേർബ് സിംഗുലർ ആണ്. ആ കാര്യം ഓർത്തു വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ്സ് എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ വേർ വാസ് എന്ന് പറയുമ്പം ഐന ക്യാന, ആ ഒരു ഫോം, ആ ഒരു ഓർഡറിലാണ് എഴുതുക. ഐന ക്യാന. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യന് പിന്നെ വേർബ്. ഓക്കെ, ഐന ക്യാന സാലിമുൻ, വേർ വാസ് സാലിം. നമ്മളത് ഇതുവരെ നമ്മളെങ്ങനെയാ പഠിച്ചിട്ടുള്ളത്, ഐന സാലിമുൻ അല്ലേ. വേർ ഈസ് സാലിം. അപ്പം ഇത്രയും പഠിച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു എക്സാമ്പിൾസ് നോക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഞാൻ മീനിങ് എഴുതും, നിങ്ങൾ അതിൻ്റെ അറബി ട്രാൻസ്ലേഷൻ എഴുതാൻ വേണ്ടി നോക്കാം ഇൻഷാ അല്ലാഹ്. Was this employee in the office of the university's director? Was this employee, ഈ എംപ്ലോയി, ഈ തൊഴിലാളി യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ, ആ ബ്രാക്കറ്റിലാണ് ദ യൂണിവേഴ്സിറ്റീസ് ഡയറക്ടറാണ്, ആ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ആ ഓഫീസിലാണോ, ആയിരുന്നോ. ഓക്കെ, അതാണ് മലയാളത്തില്. വാസ് ദിസ് എംപ്ലോയി ഇൻ ദ ഓഫീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഡയറക്ടർ. Was this employee in the office of the university's director? അതിൻ്റെത് എഴുതുക. ഞാൻ 2-3 സെന്റൻസും കൂടെ എഴുതിയിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോഴേക്കും നിങ്ങൾ ഇത് എഴുതുക കേട്ടോ. അതിൻ്റെ ആൻസർ നോ, he was in the university library. He was in the യൂണിവേഴ്സിറ്റി ലൈബ്രറി. അല്ല, അവൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ആയിരുന്നു. ഓക്കെ, അല്ല, അവൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ആയിരുന്നു. അടുത്ത സെന്റൻസ്, വേർ വാസ് ഹിസ് പ്രൊഫസേഴ്സ് മദർ. വേർ വാസ് ഹിസ്
പ്രൊഫസേഴ്സ് മദർ. പ്രൊഫസർ എന്നുള്ള വാക്കിന് അറബി ഓർമ്മയുണ്ടോ? ഉസ്താദ്, ഉസ്താദ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു, ദിസ് ആണ് ഹിസല, എവിടെയായിരുന്നു ഈ പ്രൊഫസറുടെ ഉമ്മ? ഈ പ്രൊഫസറുടെ ഉമ്മ എവിടെ ആയിരുന്നു? അതിന്റെ ആൻസർ ഷീ വാസ് ഇൻ ഹർ ബ്രദേഴ്സ് ന്യൂ സ്കൂൾ. ഷീ വാസ് ഇൻ ഹർ ബ്രദേഴ്സ് ന്യൂ സ്കൂൾ. അവൾ അവളുടെ സഹോദരന്റെ പുതിയ സ്കൂളിൽ ആയിരുന്നു. അവൾ അവളുടെ സഹോദരന്റെ പുതിയ സ്കൂളിൽ ആയിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എഴുതിയെന്ന് വിചാരിക്കുന്നു. Was this employee in the office of the university's director? ഈ എംപ്ലോയി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ ആയിരുന്നു. അപ്പം എങ്ങനെ എഴുതും? ഹൽ കാന ഹാദൽ മോദ്ദഫു ഫി മക്തബി മുദീരിൽ ജാമിഅത്തി. ഇത് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ഹൽ ക്വസ്റ്റ്യൻ വാക്ക് വേണം. വാസ് എന്ന് പറയുന്നത് കാന, ദിസ് എംപ്ലോയി ഹാദൽ മുവദ്ദഫു ഇൻ ഫി ദ ഓഫീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഡയറക്ടർ അല്ലേ? യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ. അപ്പം യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ അൽ കൊടുക്കുള്ളൂ, മറ്റതിന് രണ്ടും നമ്മൾ അൽ കൊടുക്കൂല. അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ ഇത് ഡെഫിനറ്റ് ആണെന്നാണ്. അപ്പം മക്തബ് ഓഫീസ്, മുദീർ ഡയറക്ടർ. അപ്പം ഫീ വന്നത് കൊണ്ട് ഇത് രണ്ടും മജ്റൂറായി. ഫി മക്തബിൽ മുദീരിൽ ജാമിഅത്തി. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തത് ല. كان في المكتبة الجامعية. لا പറഞ്ഞാൽ നോ. ഹി ക്യാൻ, ഹി വാസ് എന്ന് പറഞ്ഞാൽ ക്യാന അല്ലേ? നമുക്ക് അവിടെ വേണമെങ്കിൽ ഹുവ ക്യാന എന്ന് എഴുതാം. ഹി വാസ് എന്ന് വെച്ചാൽ ഹീക്ക് ഒരു സ്ട്രെസ് കൊടുത്തിട്ട് വെറും ക്യാന ആണെങ്കിൽ ഓക്കെ. ഇൻ ആണ് അത്. ഇൻ ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഫീൽ മക്തബത്തിൽ ജാമിഅയ്യത്തി. ഇത് നമുക്ക് ഇതിനെ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി, അതായത് ലൈബ്രറി ഓഫ് ദി യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ ഫി മക്തബിൽ ജാമിഅത്തി എന്നും എഴുതാം. പിന്നെ ലൈബ്രറിയുടെ വിശേഷണമാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ സിഫയാക്കിയിട്ട് ഫിൽ മക്തബത്തിൽ ജാമിഅയ്യത്തി എന്നും എഴുതാം. രണ്ടാണെങ്കിലും ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്തത്. Where was this professor's mother? Where? അയിന. സ്ത്രീലിംഗാണ് ഇവിടെ അല്ലെ? ഉമ്മയെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് കാനത്ത്. ഹാദിഹി അൽ സോറി, ഉമ്മ ഉണ്ടല്ലോ അല്ലെ? ഉമ്മുൽ ഉസ്താദത്തി ആണ്. അവിടെ ഉസ്താദക്കാണ് ദിസ് ഇസ്മു ഇഷാറ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഉമ്മു ഹാദിഹിൽ ഉസ്താദത്തി. ഉമ്മു ഹാദിഹിൽ ഉസ്താദത്തി.
വേർ അല്ലേ, എവിടെ. വേർ വാസ് എന്ന് പറയുന്നത് ഐന. ക്യാനത്ത്, വേർ വാസ് ദിസ് പ്രൊഫസേഴ്സ് മദർ. ഉമ്മു ഹാദിഹിൽ ഉസ്താദത്തി. ഉമ്മുൽ ഉസ്താദത്തിയാണ് പ്രൊഫസേഴ്സ് മദർ. ഹാദിഹി എന്നുള്ളത് പ്രൊഫസർ എന്നുള്ളത്, അതായത് ഉസ്താദക്ക് ആയതുകൊണ്ട് അത് നടുവിൽ വരും. ഉമ്മൂനാണെങ്കിൽ ഇത് അവസാനമായിരുന്നു ഇസ്മു ഇഷാറ വരാം. അപ്പം ഉമ്മു ഹാദിഹിൽ ഉസ്താദത്തി സ്ത്രീലിംഗ ആയതുകൊണ്ട് ഹാദിഹി, അതേപോലെ ഇവിടെ സ്ത്രീലിംഗ ആയതുകൊണ്ട് ക്യാനത്ത്. ഇതൊക്കെ ശ്രദ്ധിച്ച് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത ചാൻസിൽ കറക്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, ഷീ വാസ് ഇൻ ഹർ ബ്രദേഴ്സ് ന്യൂ സ്കൂൾ. ഷീ വാസ് ക്യാനത്ത്. في مدرسة أخيها الجديدة. She was كانت in في her brothers new school. അപ്പോൾ ഇവിടെ her brothers school അതിന്റെ വിശേഷണം ന്യൂ അല്ലേ. her brothers school എന്ന് പറയുമ്പോൾ അഹു ഹ ആണ് her brother അല്ലേ. അഹു ഹ. മദ്രസത്തു അഹി ഹ ആണ് എന്ത് her brothers school. ഫീ വന്നത് കൊണ്ട് മദ്രസക്കും മജറൂറായി. അപ്പൊ ഫീ മദ്രസത്തി അഹിഹ. പിന്നെ ന്യൂ ആണ്, സ്കൂളിനാണ് വിശേഷണം ഉള്ളത് അല്ലേ. അപ്പൊ മദ്രസയുടെ അതേ റൂൾസിലാണ് ജദീദ കൊടുക്കേണ്ടത്. അതുകൊണ്ട് മജറൂർ പ്ലസ് എന്താണ് മാരിഫ. കാരണം ഇത് മൊത്തത്തില് മാരിഫയാണ് അല്ലേ. അവസാനം എന്താ പറയാ, ദമീർ മുത്തസിൽ വന്നിട്ടുണ്ട്. ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ മാരിഫയാണ്. അതുകൊണ്ട് അൽ മദ്രസയും അൽ ആണ്. അതുകൊണ്ട് ജദീദക്കും അൽ കൊടുത്തു. പിന്നെ അത് സ്ത്രീലിംഗമാണ് പ്ലസ് മജറൂറാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നമ്മൾ മജറൂർ മാരിഫ എന്നുള്ളതിന് ഇനിയിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും ഈ വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആണല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത സെന്റൻസസ് എഴുതാം. Why was your father in your sister's house? എന്തുകൊണ്ടായിരുന്നു നിന്റെ ഫാദർ, നിന്റെ ഉപ്പ നിന്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നത്? വൈ വാസ് യുവർ ഫാദർ ഇൻ യുവർ സിസ്റ്റേഴ്സ് ഹൗസ്. എഴുതിക്കൊള്ളാം, ഞാനും എഴുതാം, ഇങ്ങോട്ട് നോക്കണ്ട. വൈന്റെ വാക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ലിമാദ. വൈ വാസ് ലിമാദ ക്യാന. കാരണം ഫാദറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ക്യാന. യുവർ ഫാദർ അബൂക്ക. ഓക്കെ, അബൂക്ക. ഈ എക്സ്ട്രാ വാന്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അസ്മാഉൽ ഹംസ. ഫി ഇൻ യുവർ സിസ്റ്റേഴ്സ് ഹൗസ്. സിസ്റ്റേഴ്സ് ഹൗസ് എന്ന് പറയുന്നത് ബൈത്തു ഉഖ്തി. യുവർ സിസ്റ്റേഴ്സ് ഹൗസ് ആയതുകൊണ്ട് ഉഖ്തിക. ഇനി ഉഖ്തിക്കി എന്ന് എഴുതി പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ യു സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉഖ്തിക്കി ആണെങ്കിൽ ഓക്കെയാണ്. ഫി ബൈത്തി ഉഖ്തിക അല്ലെങ്കിൽ ഫി ബൈത്തി ഉഖ്തിക്കി. ഓക്കെ, അതിന്റെ ആൻസർ എഴുതാം. He was there because his daughter was there. He was there. ഇവിടത്തെ there എന്ന് പറയുന്നത്
ഇൻ ഇറ്റ് എന്നുള്ള രീതിയിൽ ആക്കാം, വീട്ടിൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. ബിക്കോസ് ഹിസ് ഡോട്ടർ വാസ് ദെയർ. ഇവിടെയും ഇൻ ഇറ്റ്, ആ വീട്ടിലാണെന്നുള്ള പോലെ എഴുതിക്കോ. ഞാനും എഴുതാണ് ഇൻഷാ അല്ലാഹ്, നോക്കണ്ട ഇങ്ങോട്ട്. ഓക്കെ, ഹി വാസ് ക്യാന ദെയർ ഇൻ ഇറ്റ്, വീട്ടിലാണ്. ഫി ബൈത്തിനാണ് നമുക്ക് ഫിൽ ബൈത്തി ആണ്, അത് നമുക്ക് ഫി ഹി എന്ന് എഴുതാം. വീണ്ടും ബൈത്തിന് ഇവിടെ കൊണ്ടുവരണ്ട, അതുകൊണ്ട് വമീർ ഉപയോഗിച്ച് എഴുതാം ക്യാന ഫി ഹി. ബിക്കോസ് ലി അന്ന, ഓർമ്മയുണ്ടല്ലോ അല്ലെ, ലി അന്ന. ഇനി ഹിസ് ഡോട്ടർ, ബിൻതുഹു എന്ന് എഴുതാം, ഇബ്നത്തുഹു എന്ന് എഴുതാം. ഇവിടെ ലി അന്ന വന്നതുകൊണ്ട് ഇബ്നത്തഹു. ഓക്കെ, ഇവിടെ ബിൻതഹു എന്ന് എഴുതി കഴിഞ്ഞാലും ഇത് കറക്റ്റ് ആണ്, പക്ഷെ ത ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് ലി അന്ന എന്ന് പറയുന്നത് ഇന്നയുടെ സഹോദരിയാണ്, ഇന്ന അഹ്വാത്തുഹാല് പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സബ്ജക്ട് മൻസൂബായിരിക്കണം. ലി അന്ന ഇബ്നത്തഹു, ലി അന്ന ഇബ്നത്തഹു, അല്ലെങ്കിൽ ലി അന്ന ബിൻതഹു വാസ് ക്യാനത്ത്. ഓക്കെ, സ്ത്രീ മോളെ കുറിച്ചാണ് പറയുന്നത്, സ്ത്രീലിംഗ ഏകവചനാണ്. ക്യാനത്ത് ഇൻ ഇറ്റ് ഫീഹി, ഇൻ ദ ഹൗസ്, അല്ലെങ്കിൽ ഫീൽ ബൈത്തി എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഇനി അടുത്തത്, ഹൂ വാസ് ഇൻ ദാറ്റ് ഓൾഡ് ഈജിപ്ഷ്യൻ കമ്പനി. ആ പഴയ ഈജിപ്ഷ്യൻ കമ്പനിയിൽ ആരായിരുന്നു? ഹൂ വാസ് ഇൻ ദാറ്റ് ഓൾഡ് ഈജിപ്ഷ്യൻ കമ്പനി. ആരായിരുന്നു ആ പഴയ ഈജിപ്ഷ്യൻ കമ്പനിയിൽ ഉണ്ടായിരുന്നത്? എഴുതിക്കോ. മൻ കാനത്ത് ഫി തിൽക ശരിക്കത്തിൽ മിസ്രിയത്തിൽ ഖദീമത്തി. ഇവിടെ മൻ, ഹു അല്ലെ, വാസ്, ഹു വാസ്. ഇവിടെ ക്യാനയും ക്യാനത്തും രണ്ടും ഒക്കെയാണ്, കാരണം ആരാന്ന് ചോദിക്കുന്നത് അത് ആണും ആവാം പെണ്ണും ആവാം. ഓക്കെ, മൻ ക്യാന ഓർ മൻ ക്യാനത്ത് ഫി ഫി ഇൻ ദാറ്റ് തിൽക്ക. തിൽക്ക എന്ന് പറയുന്നത് ഇത് കമ്പനിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. കമ്പനി ശരിക്ക നമുക്കറിയാം സ്ത്രീലിംഗാണെന്ന് അല്ലേ. അപ്പോൾ ഫി തിൽക്ക ശരിക്കത്തി, അതിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഓൾഡും ഈജിപ്ഷ്യനും. നമുക്കറിയാം ഒറിജിൻ പറയുന്നതുണ്ടെങ്കിൽ ആ വിശേഷണമാണ് ആദ്യം കൊടുക്കുക. ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത് മിസ്ര, മിസ്രിയ അല്ലെ. ശരിക്ക സ്ത്രീലിംഗം ആയതുകൊണ്ട് മിസ്രിയ. പിന്നെ ഓൾഡ്, ഖദീമ. ഇതിന്റെ സെയിം റൂൾസ്. മാരിഫ ആണ്, സ്ത്രീലിംഗമാണ്, മജറൂറാണ്. അപ്പം ഈ രണ്ട് വിശേഷണം മാരിഫ ആയിരിക്കണം, സ്ത്രീലിംഗമായിരിക്കണം, മജറൂറായിരിക്കണം. അപ്പോൾ അൽ മിസ്രിയത്തിൽ ഖദീമത്തി. ചെറിയ മറവിയൊക്കെ ഉണ്ടാവും, ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മെല്ലെ സെറ്റ് ആക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ആൻസർ ഫാത്തിമ വാസ് ദേർ. അതുകൊണ്ടാണ് ഇവിടെ കാനത്ത് എഴുതിയത് കേട്ടോ.
ക്യാന എഴുതിയവർക്ക് ഫാത്തിമനെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പുരുഷന്റെ പേര് എഴുതിയിട്ട് ഇതിന്റെ ആൻസർ എഴുതാം. ഫാത്തിമ വാസ് ദിയർ. ഇങ്ങനെ എഴുതാം. ക്യാനത്ത് ഫാത്തിമത്തു ഫീഹ. ക്യാനത്ത് ഫാത്തിമത്തു ഫീഹ. ഈ ദേർ എന്ന് പറയുമ്പം ഹുനാക്ക എന്നൊക്കെ എഴുതുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മൾ ഇതുവരെ പഠിക്കാത്ത വാക്ക് എന്നുള്ള രീതിയിൽ ഫീഹ, ഇൻ ഇറ്റ് എന്നുള്ള രീതിയിൽ ഫാത്തിമത്തു ഫീഹ എന്ന് എഴുതിയത്. ഹ വരാൻ കാരണം ശരിക്ക സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്, കമ്പനി സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Was the university book on the small school chair? Was the university book on the small school chair? ആ യൂണിവേഴ്സിറ്റി പുസ്തകം ആ ചെറിയ സ്കൂൾ കസേരയുടെ മേലെ ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റി പുസ്തകം ആ ചെറിയ സ്കൂൾ കസേരയുടെ മേലെ ആയിരുന്നു. എഴുതി നോക്കട്ടോ. വാസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ആണോ എന്നുള്ള ചോദ്യം ആയതുകൊണ്ട് ഹൽ, വാസ്, ക്യാന, കാരണം ബുക്കിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പം ബുക്ക് എന്താണ്? ദ യൂണിവേഴ്സിറ്റി ബുക്കാണ്. അപ്പൊ അൽ കിതാബു അൽ ജാമിഅയ്യു വേണമെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക് എന്നുള്ള രീതിയിൽ കിതാബുൽ ജാമിഅത്തി എന്നും എഴുതാം. ഓക്കെ, ഇപ്പം ഇവിടെ ദ യൂണിവേഴ്സിറ്റി ബുക്കിന്റെ വിശേഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. അൽ കിതാബുൽ ജാമിഅയ്യു അല ഓൺ ദ സ്മോൾ സ്കൂൾ ചെയർ. ചെയർ ആണ്, ദ സ്മോൾ സ്കൂൾ എന്നുള്ളത് വിശേഷണമാണ്. ഓക്കെ, അപ്പം അലൽ കുർസി, ദ ചെയർ, ദ സ്മോൾ സ്കൂൾ ഇത് കഴിഞ്ഞിട്ട് വരും. അൽ മദ്രസി അസ്സഗീരി. വിശേഷണം എഴുതുമ്പോൾ ഒറിജിൻ ആണ് ആദ്യം എഴുതുക, എവിടത്തെയാണെന്ന് പറയുന്നതാണ് ആദ്യം എഴുതുക. അൽ മദ്രസി അസ്സഗീരി, കാരണം ഇത് അല്ലുണ്ട് അല്ലെ, മാരിഫയാണ്, പുല്ലിംഗമാണ്, മജറൂറാണ്. അപ്പം ഇതേ റൂൾസ് തന്നെയാണ് വിശേഷണത്തിനും വരേണ്ടത്. ഇതിന്റെ ആൻസർ എഴുതാം. No, it was on this large school table. No, it was on this large school table. അല്ല, അതെന്ന് പറയുന്നത് പുസ്തകത്തിനെ കുറിച്ചാണ്. ഈ വലിയ സ്കൂൾ മേശയുടെ മേലെ ആയിരുന്നു. അല്ല, അത് അതായത് പുസ്തകം ഈ വലിയ സ്കൂൾ മേശയുടെ മേലെ ആയിരുന്നു. എഴുതാം. നോ, ലാ, ഇറ്റ് വാസ്, ക്യാന അല്ലെ, പുസ്തകമാണ്, പുല്ലിംഗാണ്, അതുകൊണ്ട് ക്യാന. ഓൺ, അല,
ദിസ് ലാർജ് സ്കൂൾ ടേബിൾ. ഹാദിഹി താവില, ദിസ് ടേബിൾ, ലാർജ് സ്കൂൾ എന്ന് പറയുന്ന വിശേഷനാണ്. അൽ മദ്രസിയത്തി അൽ കബീറത്തി. അൽ മദ്രസിയത്തി അൽ കബീറത്തി. അപ്പൊ അത്രയാണ് എക്സസൈസസ് എന്ന് പറയുന്നത്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ക്യാനയും ക്യാനത്തും അല്ലെ. ക്യാന നമുക്കറിയാം തേർഡ് പേഴ്സൺ. അതായത് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൊമീർ പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ, ഞങ്ങൾ, ഐ, വി. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ, യു, യു സിംഗുലറും യു പ്ലൂറലും, നീ, നിങ്ങൾ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അത്, അവർ. ഇതാണ് തേർഡ് പേഴ്സൺ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് തേർഡ് പേഴ്സൺ പുല്ലിംഗം അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നമ്മൾ പറഞ്ഞു വന്നത് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൻ, അവൾ, അവർ, അത്. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചത് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പുല്ലിംഗ ഏകവചനം, അതേപോലെ തേർഡ് പേഴ്സൺ സ്ത്രീലിംഗ ഏകവചനം. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്, ക്യാനയും ക്യാനത്തും. നമുക്ക് ഇനി ഫസ്റ്റ് പേഴ്സണിലേക്കൊക്കെ പോവാം ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ. അതേപോലെ പ്രെഡിക്കേറ്റ്, ഇന്നലെ ഫറ ചോദിച്ച കാര്യം. അതായത് ഇതുവരെ നമ്മൾ ക്യാനയുടെ സബ്ജക്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, മുക്തത മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്യാനയുടെ ഖബറിന്റെ പ്രത്യേകത എന്താ നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പ് ക്യാനയുടെ സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് പ്രത്യേകം എഴുതി വെക്കണം. നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞെങ്കിലും അത് എഴുതി വെക്കണം. സബ്ജക്റ്റ് ഓഫ് ക്യാന അല്ലെങ്കിൽ മുക്തത എന്ന് പറയാം. എപ്പോഴും മർഫൂ ആയിരിക്കും. ഓക്കെ, ക്യാനയുടെ സബ്ജക്റ്റ് എപ്പോഴും മർഫൂ ആയിരിക്കും. അതായത് ഒരു മർഫൂ ആയ സെന്റൻസ് മുമ്പേ കൊണ്ടുപോയി ക്യാന ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല. നമുക്കറിയാം അല്ലെ, ഇപ്പം ഇന്ന ഒരു മർഫുവായ സെന്റൻസിന്റെ മുമ്പേ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സബ്ജക്റ്റിനെ മൻസൂബാക്കി മാറ്റണം അല്ലെ, ഫത്ഹയിട്ട് കൊടുക്കണം. ഇന്നർ റജുലു മിൻ അംരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, റജുലു മിൻ അംരിക്ക എന്ന് പറയുന്ന സെന്റൻസിന് മുമ്പ് നമ്മൾ ഇന്ന കൊടുക്കുകയാണെങ്കിൽ ഇന്നർ റജുല മിൻ അംരിക്ക എന്നായി മാറും. എന്നാൽ ക്യാന അതേ സെന്റൻസിന് മുന്നിൽ കൊടുക്കുകയാണെങ്കിൽ ക്യാന റജുലു മിൻ അംരിക്ക എന്ന് തന്നെ വരുള്ളൂ. അതിന് മർഫൂവിന് യാതൊരു ചേഞ്ചും വരൂല. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ല ക്യാനയുടെ ഖബറിന്റെ പാർട്ട് നോക്കാം. നമ്മൾ ഇതുവരെ ആ ഒരു രീതിയിൽ ഖബറുള്ള സെന്റൻസസ് എടുത്തിട്ടില്ല. ഖബറിന് ചേഞ്ച് വരുന്ന ഒരു സെന്റൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഇന്ന് ഇതിന് ജസ്റ്റ് 2 എക്സാമ്പിൾസും കൂടെ എഴുതിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാല്ല. ഒരു എക്സാമ്പിള്, നമ്മൾ കാന ഇല്ലാതെ എഴുതുന്ന ഒരു സെന്റൻസ് നോക്കുക. അർരിജാലു മിൻ അൽമാനിയ. അൽമാനിയ, ജർമ്മനി. ഓക്കെ, അർരിജാലു മിൻ അൽമാനിയ. ദ മെൻ ആർ ഫ്രം ജർമ്മനി. പുരുഷന്മാർ ജർമ്മനിയിൽ നിന്ന് ആണ്. അപ്പൊ നമ്മൾ അതിന് ക്യാന ഉപയോഗിച്ച് എഴുതുമ്പം ഒന്നും ചെയ്യണ്ട, ക്യാനനെ ഇതിന്റെ തൊട്ടും പിന്നാലെ കൊണ്ട് വെച്ചിട്ട് ബാക്കി അതുപോലെ തന്നെ എഴുതാം. ക്യാന റിജാലു മിൻ അൽമാനിയ. ദ മെൻ വേർ ഫ്രം ജർമ്മനി. ആ പുരുഷന്മാർ ജർമ്മനിയിൽ നിന്ന് ആയിരുന്നു. ഫസ്റ്റ് എന്താണ്, ആ പുരുഷന്മാർ ജർമ്മനിയിൽ നിന്ന് ആണ്. ഓക്കെ, അതേപോലെ സ്ത്രീലിംഗം എഴുതുമ്പോഴും അന്നിസാഉ ഫിൽ മദ്രസത്തി.
അന്നിസാഉ ഫിൽ മദ്രസത്തി. ആ സ്ത്രീകൾ മദ്രസയിൽ ആണ്, സ്കൂളിൽ ആണ്. ആ സ്ത്രീകൾ സ്കൂളിൽ ആണ്. നമ്മൾ അതിന്റെ മുന്നേ കാന കൊണ്ടുവരുമ്പോൾ കാനത്തിൻ നിസാഉ ഫിൽ മദ്രസത്തി. ആ സ്ത്രീകൾ സ്കൂളിൽ ആയിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് റിജാലും നിസാവും ബഹുവചനാണ്, പക്ഷെ അതിന്റെ വേർബ് സിംഗുലർ തന്നെ ആയിരിക്കും, പക്ഷെ ജെൻഡർ മാച്ച് ചെയ്യും. ഇൻഷാല്ല ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇതിന്റെ ഒരു കുഞ്ഞു ടെസ്റ്റ് ഇൻഷാല്ല ഫ്രൈഡേ രാവിലെ ഇടാൻ നോക്കാം. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും റിവിഷൻ ചെയ്തിട്ട് വരിക. ഫ്രൈഡേ ആ ടെസ്റ്റ് എഴുതുക. പ്ലസ് അസൈൻമെന്റ് ഇനി എഴുതാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അടുത്ത സാറ്റർഡേക്കുള്ളിൽ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.